ഇത് നമ്മുടെ മലയങ്കിരി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടാണ്. അപ്പോൾ ആറാട്ട് സമയത്ത് ഞാൻ പോകുന്നില്ല, ലേറ്റായിട്ട് പോകാം, പൊന്നിനെ കൊണ്ട് ജസ്റ്റ് ലൈറ്റ് കാണിച്ചിട്ട് വരാം എന്നുള്ള പ്ലാനിലാണ് പോയത്. പോയപ്പോൾ അവിടെ ആറാട്ട് നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം വളരെ ലേറ്റായി കേട്ടോ ആന വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയല്ല പോയത്. അപ്പോൾ പോയപ്പോഴത്തേക്കും ഇത് നടക്കുന്നതേ ഉള്ളൂ, എന്നാൽ പിന്നെ ഞങ്ങൾ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എപ്പോഴും നിൽക്കുന്ന ആ ഒരു സ്ഥാനത്തല്ലായിരുന്നു കേട്ടോ ആന ഇപ്പം നിന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ആ വീഡിയോ എടുക്കുന്നുള്ള ഒരു പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നിന്നത്. അപ്പോൾ ആ സൈഡ് വീഡിയോ കൂടെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ പഞ്ചരമേളമൊക്കെ കേട്ട് ആന കണ്ടില്ല ആസ്വദിച്ചങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം ആന പോയപ്പോഴാണ് പിന്നെ ഉള്ള തിരക്ക് കേട്ടോ. അതിന് താഴെ നിന്നുള്ള ആൾക്കാർക്ക് മുകളിലോട്ട് പോകണം, മുകളിൽ നിന്നുള്ള ആൾക്കാർക്ക് താഴോട്ട് പോകണം. അങ്ങനെ ഒരു തിരക്കിൻ്റെ തിരക്കായിരുന്നു. കുറച്ച് നേരം ഞാനും മുന്നും കൂടെ ഇടയ്ക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഉത്സവ പറമ്പിലൊക്കെ ഫുൾ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഹൈഡ്രജൻ ബലൂണാണല്ലേ. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ബലൂണൊക്കെ കണ്ടപ്പം പൊന്നു പറഞ്ഞു നമുക്കിത് ഒരെണ്ണം കുഞ്ഞിന് വാങ്ങിക്കൊടുക്കാമോ അമ്മ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ച് പോണ വഴിക്ക് നമുക്ക് വാങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു സത്യത്തിൽ വന്നത്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം ആരെങ്കിലും ഒരാൾ പോകുമ്പോൾ അവരെ പുറകെ ഇങ്ങനെ വലിയായിട്ട് ക്യൂ ആയിട്ടൊക്കെ പോകുമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു അന്ന്. പിന്നെ വഴിയിലൊക്കെ പോണ വഴിക്ക് നല്ല ടോയ്സും ഡെക്കറേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എന്തൊക്കെയോ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഒന്നും വാങ്ങാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അമ്മ അതിൽ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര പൊടിയുമായിരുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ അലർജി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ നാളില്ലായിരുന്നു. അപ്പോൾ ഈ പൊടിയൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തുമ്മലൊക്കെ വരും. അങ്ങനെ പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇത് നമ്മൾ അമ്പലക്കുളമാണ് കേട്ടോ. കുളം നല്ല രസമുണ്ടായിരുന്നല്ലേ ലൈറ്റൊക്കെ കാണാനായിട്ട്. അങ്ങനെ കുളത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നിന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ജംഗ്ഷനിലെ സ്റ്റേജിൽ നിന്ന് നമ്മൾ റിമി ടോമിൻ്റെ ഗാനമേളയുണ്ട്. അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ അവിടെ സ്ഥാനം പിടിച്ചിരിപ്പുണ്ട്. പിന്നെ പൊന്നിൻ്റെ ഈ ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു കേട്ടോ. ലൈറ്റ് കത്തും, ഇങ്ങനെ കറങ്ങും, പിന്നെ ഓപ്പൺ ചെയ്ത് സമയം നോക്കാം എന്നൊക്കെ രീതിയിലാണ് വാങ്ങിച്ചത്. 150 രൂപയാണ്. എത്ര ദിവസത്തേക്ക് എൻ്റെ ലൈഫ് ഉണ്ടെന്ന് അറിയില്ല. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ആറാട്ട് വിശേഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.